പ്രിയ കുട്ടികളെ, വെക്കേഷനൊക്കെ എല്ലാവർക്കും ആരംഭിച്ചുവല്ലോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് കരുതുന്നു. ഇനിയിപ്പോൾ ആഘോഷങ്ങളുടെ ഒരു തിരക്കിലേക്കായിരിക്കും. പരീക്ഷയൊക്കെ നന്നായി കഴിഞ്ഞുവെന്ന് വിചാരിക്കുന്നു. ആഘോഷങ്ങളുടെ ഇടയിലും നമുക്ക് 2 മാസത്തെ വെക്കേഷനാണുള്ളത്. നിങ്ങൾക്ക് ശരിക്കും കളിക്കാനുള്ള ഒരു സമയം തന്നെയാണ്, എനിക്കതറിയാം, ഒരു അധ്യാപിക എന്ന നിലയിൽ. എങ്കിൽ പോലും നിങ്ങളുടെ കളികൾക്കൊന്നും തടസ്സം വരാതെ നമ്മൾ ഇതിനിടയിൽ നമ്മുടെ ലാംഗ്വേജ് ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നതും കൂടെ നല്ലതാണ്. നിങ്ങളൊക്കെ പലപ്പോഴും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കാനും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാനും ഒക്കെ പോകുന്നതാണ്. എന്നാൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്പോക്കൺ ഹിന്ദി പഠിക്കുക എന്നുള്ളതും കൂടെ. കാരണം ഹിന്ദി ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രഭാഷയാണ്. നമുക്ക് കേരളത്തിന് വെളിയിൽ എങ്ങോട്ട് പോയാലും ഹിന്ദി ലാംഗ്വേജ് പഠിച്ചിരുന്നാൽ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പമാകും. കേരളത്തിൽ തന്നെയാണെങ്കിൽ നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ ഇവിടെ പണിയാനൊക്കെ കൂടുതലും വരുന്നത് പുറത്തുള്ളവരാണ്. ഉത്തർപ്രദേശുകാരും ബീഹാറുകളും ഒക്കെയാണ് അല്ലേ. അപ്പോൾ അവരോടൊക്കെ നമുക്ക് സംസാരിക്കണമെങ്കിൽ മിനിമം വേർഡ്സ് എങ്കിലും നമ്മൾ ഹിന്ദിയിൽ യൂസ് ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ അത് നേരത്തെ തന്നെ നമുക്ക് സ്കൂൾ ലെവലിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. എങ്കിലും ഒരു സംസാര രീതി എന്ന് പറയുന്നത് സ്കൂളിൽ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു സംസാര രീതിയിലേക്ക് നമ്മൾ പഠിക്കുന്നില്ല. ഞാൻ ഇവിടെ 30 ദിവസത്തെ ഒരു ക്ലാസ്സാണ് ഈ വെക്കേഷൻ നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അധിക സമയമൊന്നുമില്ല. ഒരു ദിവസം മാക്സിമം പോയാൽ അരമണിക്കൂർ, ചില ക്ലാസ്സുകളൊക്കെ ചിലപ്പോൾ 3/4 മണിക്കൂർ വരെ വന്നെന്നിരിക്കും, അത്രയേ ഉള്ളൂ. ഇങ്ങനെ 30 ദിവസത്തെ ക്ലാസ്സുകളാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. സ്പോക്കൺ ഹിന്ദി ക്ലാസ് ആയിട്ടാണ് തരുന്നത്. അതിൽ A to Z കാര്യങ്ങൾ നമ്മൾ ഹിന്ദി ലാംഗ്വേജിനെ സംബന്ധിച്ചുള്ളത് പഠിപ്പിക്കുകയാണ്. അക്ഷരമാല തൊട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ആദ്യം അക്ഷരമാല, അതുപോലെ ചിഹ്നങ്ങൾ ചേർത്ത്, അതിനുശേഷം നമ്മൾ വിധിരൂപം, പിന്നെ നമ്മൾ ശബ്ദോംഗ ഭേദ്, അത് 8 വിധത്തിലുണ്ട് ശബ്ദോംഗ ഭേദം. ആ 8 വിധത്തിലുള്ള കാര്യങ്ങളും പഠിപ്പിക്കുന്നു. പിന്നീട് നമ്മൾ സ്പോക്കൺ ഹിന്ദിയിലേക്ക് വരികയാണ്. എങ്ങനെയാണ് നമ്മൾ നിത്യജീവിതത്തിൽ ഹിന്ദി ഭാഷ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, അതിൻ്റെ പല ഉദാഹരണങ്ങൾ തരുന്നു. ഇങ്ങനെയാണ് 30 ക്ലാസ് നിങ്ങൾക്കായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് വളരെ പ്രയോജനപ്രദമായിരിക്കും. ആദ്യത്തെ 1-2 ക്ലാസ് ബേസിക് ഗ്രാമറാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഗ്രാമർ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഫുള്ളായിട്ടുള്ള ഗ്രാമറല്ല ഉദ്ദേശിക്കുന്നത്, സ്പോക്കൺ ഹിന്ദി ബേസ്ഡ് ഗ്രാമറേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഫുള്ളായിട്ടുള്ള ഗ്രാമർ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് മറ്റ് വീഡിയോകളായിട്ട് തന്നിട്ടുണ്ട്. ബാക്കി പിന്നീട് തരുന്നതായിരിക്കും. ഇവിടെ ഉദ്ദേശിക്കുന്ന ഫുൾ ഗ്രാമർ ടീച്ചിങ് അല്ല ഉദ്ദേശിക്കുന്നത്. സ്പോക്കൺ ഹിന്ദിക്ക് വേണ്ട അടിസ്ഥാന കാര്യങ്ങൾ, അതിൻ്റെ വ്യാകരണം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഒത്തിരി ബോറിംഗ് ഒന്നും ആയിരിക്കില്ല. വളരെ ഈസിയായിട്ട്, സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ. എന്നാൽ നിങ്ങളുടെ സമയം ഒട്ടും വെറുതെ പാഴാക്കുന്നില്ല. തരുന്ന സമയം കൃത്യമായ കണ്ടൻറ്റ് തന്നെയാണ് ഞാൻ തരുന്നത്. ഒട്ടും നിങ്ങളുടെ സമയം പാഴാക്കാതെ തന്നെയാണ് ഈ വീഡിയോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവരും വെക്കേഷൻ സമയത്ത് എപ്പോഴെങ്കിലും